ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് കിച്ചൺ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ മീഷോയുടെ ഏകദേശം ഒരു 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അതിനെല്ലാം നല്ല നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന എല്ലാ പ്രൊഡക്ട്സും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് കിച്ചൺ പ്രോഡക്ട്സും അതുപോലെ ക്ലോക്കും കാണാം. ഇത് കണ്ടോ, ഇത് ഒരു 10 kg സ്പേസ് വരുന്ന ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. അപ്പോൾ ഇത് ഒരു 5 kg വരുന്നതാണ്. പിന്നെ ഇത് ഒരു 7 kg സ്പേസ് വരുന്ന 3 പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. ഈ 3 എണ്ണത്തിനും കൂടെ ഏകദേശം ഒരു 399 രൂപയ്ക്ക് മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഫ്ലോറൽ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 കണ്ടെയ്നേഴ്സ് നമ്മൾ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് വാഷ് ചെയ്തിട്ടൊക്കെ ഇതിൻ്റെ ആ ഒരു ഫ്ലോറൽ പ്രിൻ്റൊന്നും അങ്ങനെ വലിയതായിട്ടൊന്നും പോയിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയതാണ്. നമുക്ക് അരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. അത്യാവശ്യം ഇത് കണ്ടില്ലേ, നല്ലൊരു എയർ കണ്ടെയ്നറാണ് ഇത്. അത്യാവശ്യം നല്ല എയർ ടൈറ്റ് ആണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള അടപ്പാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. ഈ ഒരു കണ്ടെയ്നർ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. നമുക്ക് അത്യാവശ്യം 10 kg ഒക്കെ സാധനങ്ങളൊക്കെ നമുക്ക് നിറയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഉറുമ്പ്, പാറ്റ, വല്ലി, അതുപോലെ തന്നെ കുഞ്ഞു ജീവികൾ ഇതൊന്നും കയറത്തില്ല. അത്യാവശ്യം നല്ല ടൈറ്റായിട്ടുള്ള അടപ്പുമാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് വരുന്നത് 245 രൂപയുടെ ഒരു 3 ലഞ്ച് ബോക്സ് ആണ്. കണ്ടില്ലേ, ഇതൊരു ബീച്ച് കളറ്, അതുപോലെ തന്നെ ഒരു സ്കൈ ബ്ലൂ, ഒരു കളർ കൂടിയുണ്ട്, ഗ്രീൻ കളറ്. കണ്ടോ, കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടാണ്. ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല നന്നായിട്ട് യൂസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന 3 ലഞ്ച് ബോക്സ് ആണിത്. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് വയ്ക്കാം. പക്ഷേ ഇത് മൈക്രോവൻ സേഫ് ഒന്നുമല്ല. ഏകദേശം ഒരു 4.1 റേറ്റിംഗ് ഒക്കെയുള്ള പ്ലാസ്റ്റിക് ബോക്സസ് ആണിത്. ഫ്രീ സൈസാണ്. ഞാൻ ഇതൊരു പിക്ചറിൽ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ലൊരു വലിപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അത്ര വലിയ വലിപ്പവും ഇല്ല, എന്നാൽ അത്ര ചെറുതുമല്ല, ആ ഒരു മീഡിയം സൈസാണിത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഹൈറ്റും ബ്രെഡ്ത്തും ഒക്കെ ഇവർ പറയുന്നുണ്ട്. ഹൈറ്റ് വരുന്നത് 10 ആണ്, ബ്രെഡ്ത്ത് വരുന്നത് 16.5 ആണ്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം. സോ ഇങ്ങനെയാണ് വരുന്നത്. ഇത് അത്യാവശ്യം ഇതിൻ്റെ അടപ്പെല്ലാം തന്നെ അത്യാവശ്യം നല്ല എയർ ടൈറ്റ് ആണ്. ഇതിനകത്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും കറികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചാൽ തന്നെ ഇതങ്ങോട്ട് ചരിഞ്ഞു പോവുകയൊന്നും ലീക്ക് ആവുകയൊന്നും ചെയ്യത്തില്ല. കണ്ടില്ലേ, അങ്ങനെ ഒരു വലിയൊരു സ്പേസ് ആയിട്ടല്ല, അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്നാക്കുകളോ അങ്ങനെയൊക്കെ വെക്കാനായിട്ടും, പിന്നെ ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തത് സ്റ്റോർ ചെയ്യാനോ അങ്ങനെ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ ഇത് 3 മാത്രമല്ല, ഇതിൻ്റെ കൂടെ ചെറിയ 3 ബോക്സസും കൂടി വരുന്നുണ്ട്. അതുകൂടി കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ ഒരെണ്ണം കൂടിയുണ്ട്. കണ്ടില്ലേ, ഒരു 3 എണ്ണം. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. 3 എണ്ണം അതിൻ്റെ കൂടെ വരുന്നതാണ്. നമ്മൾ ഈ ലഞ്ച് ബോക്സിൻ്റെ ഒക്കെ കൂടെ ചെറിയ കറികളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞ് ഡപ്പകളില്ലേ, അതുപോലെയുള്ളതാണ്. കണ്ടില്ലേ, ഇതും ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതും അത്യാവശ്യം യൂസ്ഫുൾ തന്നെയല്ലേ. നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഫേസ് പാക്കോ അല്ലെങ്കിൽ ഹെയർ പാക്കോ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനും അത്യാവശ്യം നമുക്ക് സ്പേസ് കവർ ചെയ്യാനായിട്ടും പറ്റും ഒരു കുഞ്ഞു കുഞ്ഞു ഡപ്പകളൊക്കെ മേടിച്ചാൽ. സോ അതും ഇത് ഈ ഒരു 6 സെറ്റാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു 6 നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു.
അപ്പോൾ ഞാനിത് വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് വാങ്ങിയത്. പിന്നെ എനിക്ക് ഒരു ചെറിയൊരു പോരായ്മ തോന്നുന്നത്, ഇത് ഒത്തിരി വലിയ ഒരു നമ്മൾ സാധാ ഒരു ടിഫിൻ ബോക്സിൻ്റെ അത്രയും ഒരു വലുപ്പം എനിക്ക് തോന്നിയിട്ടില്ല. അത് മാത്രമാണ് എനിക്കിതിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പല റിവ്യൂസിലൊക്കെ പല പടങ്ങൾ കണ്ടപ്പോഴും ഞാനും വിചാരിച്ചു അത്യാവശ്യം വലുപ്പം ഉണ്ടെന്നാണ് കരുതിയത്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കുമാണ്. നമ്മളിത് ഒരു വർഷത്തിലേറെയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ള കണ്ടെയ്നേഴ്സും ഈ ബോക്സും എല്ലാം ഒരുമിച്ച് വാങ്ങിയതായിരുന്നു. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയും കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഈ ഒരു അടിപൊളി ക്ലോക്കാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലോക്കാണ്. 291 രൂപയ്ക്ക് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ക്ലോക്കാണിത്. അപ്പോൾ ഞാൻ ഇതും അതുപോലെ തന്നെ ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ള കിച്ചൺ പ്രൊഡക്ട്സും ഒരുമിച്ച് ഓർഡർ ചെയ്തതാണ്. ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരിടത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഫസ്റ്റ് സാലറി കിട്ടിയ സമയത്ത് എനിക്ക് കിച്ചണിൽ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങണം, അതുപോലെ തന്നെ ഒരു ക്ലോക്കും വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ക്ലോക്ക്. ഞാൻ എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്തെങ്കിലും എനിക്ക് ഈ ഒരു ക്ലോക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. കാരണം എന്നെ അട്രാക്റ്റ് ചെയ്തതിൻ്റെ ഒരു കളറാണ്, നല്ലൊരു കളറാണ്. ഇതിനകത്ത് കൊടുത്തിട്ടുള്ള കളർ എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ്. അതുപോലെ തന്നെ ആ പിക്കിനകത്തുള്ള കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളറാണ്. പക്ഷേ ബ്രൗൺ കളറല്ല, കണ്ടില്ലേ, ഒരു വുഡൻ കളർ പോലെ ഒരുമാതിരി ഒരു ഒരു അത്യാവശ്യം ഒരു ഈ തേക്കൊക്കെ ഇല്ലേ, തേക്കിൻ്റെയൊക്കെ തടി കൊണ്ടൊക്കെ ഓരോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു കളറുണ്ടല്ലോ, ആ ഒരു വുഡിൻ്റെ കളറാണ്. അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരു ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്രൗൺ കളറാണ്. ഇത് അത്യാവശ്യം നല്ലൊരു വുഡൻ കളറാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത് വുഡാണെന്നല്ലേ. ഇത് വുഡല്ല, പ്ലാസ്റ്റിക്കാണ്. അത്യാവശ്യം 291 രൂപയ്ക്ക് എനിക്ക് വെർത്തായിട്ട് തോന്നിയിട്ടുള്ള ഒരു ക്ലോക്കാണിത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ടൈം കണ്ടില്ലേ, അപ്പോൾ 11:15 കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്താണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ ബാറ്ററിയൊക്കെ നമ്മൾ മേടിച്ചിട്ടതാണ്. ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ പല്ലിയൊക്കെ ഇല്ലേ, പല്ലിയുടെ ഒന്നും ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചതാണ്. ഇവിടെയൊക്കെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല്ലിയുടെ ശല്യം ഉള്ളതുകൊണ്ട് ഒട്ടിച്ചാണ്. അത്യാവശ്യം ഇതൊരു 1 വർഷത്തിന് മേലെ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോക്കാണ്. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചു ഇതിന് വലിയ ക്വാളിറ്റി ഒന്നും കാണത്തില്ല എന്നുള്ളതാണ് വിചാരിച്ചത്. മിക്കവാറും റിട്ടേൺ ചെയ്യേണ്ടി വരും എന്നാണ് വിചാരിച്ചത്. ഇനി അതേപോലെ പൊട്ടിപ്പോകുമോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇവിടെ എല്ലാം നല്ല ഒരു ഗ്ലാസ് ടൈപ്പാണ് കേട്ടോ. ഇവിടെ ഗ്ലാസും ഇത് പ്ലാസ്റ്റിക്കുമാണ്. സോ അത്യാവശ്യം എനിക്ക് നല്ല വെർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു 500 തൊട്ടായിരിക്കാം ക്ലോക്കിൻ്റെയൊക്കെ റേറ്റ് എന്ന് തോന്നുന്നു, ഏകദേശം ഈ ഒരു സൈസ്. അപ്പോൾ ഇതിനകത്ത് അവർ സൈസൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിവ്യൂ കണ്ട സമയത്തും കുറേ വോളിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന കാണുമ്പോൾ എത്ര ആവും സൈസ്, എത്ര വലിപ്പം ഉണ്ടാവും എന്നൊക്കെ ഞാനൊരു എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ എനിക്കിത് കിട്ടിക്കഴിഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായത് അത്യാവശ്യം നമുക്കൊരു വോളിൽ വെക്കാൻ പറ്റുന്ന, അത്യാവശ്യം കാണാൻ പറ്റുന്ന അത്രയും ഒരു മീഡിയം വലിപ്പമുണ്ട്, കണ്ടില്ലേ. അപ്പോൾ എനിക്കിത് അടിപൊളിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കോഡ് ഞാൻ കൊടുത്തേക്കാം, താല്പര്യമുള്ളവരൊക്കെ ഒന്ന് വാങ്ങാം. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള കിച്ചൺ പ്രോഡക്ട്സും എല്ലാം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടുപോകല്ലേ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് പരിഗണിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്കും കോഡും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാണ്, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.